Hello dears, ഞാൻ ഇന്നിവിടെ എടുക്കാൻ പോകുന്നത് 5th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലെ 10th ചാപ്റ്റർ ആയ ആനിമൽ ലോർ. എന്താണ് ആനിമൽ അല്ലേ, എന്താണ് മൃഗങ്ങൾ അല്ലേ, ജന്തുവിശേഷങ്ങൾ എന്താണ് നമുക്ക് നോക്കാം. റഹീം വാസ് പ്ലേയിങ് ഇൻ ദ കോർട്ട്യാർഡ്. റഹീം കണ്ട ചിത്രത്തിൽ കണ്ടില്ലേ, റഹീം ആണ് അല്ലേ, അവൻ എന്താണ് കോർട്ട്യാർഡ്, എന്താ മുറ്റത്ത് പറമ്പിൽ കളിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ. He saw a sparrow picking up something with its beak and flying to guava tree. When he observed the bird doing it repeatedly, he understood that it had been collecting fiber. എന്താണ് ഈ റഹീം പറമ്പിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഒരു കുരുവി, ഒരു സ്പാരോ എന്തായി എന്തോ കുത്തിയെടുത്ത് എന്താണ് ഈ ഗുവാവ ട്രീ പേരമരത്തിലേക്ക് പറക്കുന്നത് അവൻ കണ്ടു. പലതവണ ഇത് ആവർത്തിക്കുന്നത് നിരീക്ഷിച്ചപ്പോൾ എന്താണ് ഫൈബർ ആണ്, നാരുകളാണ് എന്ത് കുരുവി കൊണ്ടുപോകുന്നതെന്ന് റഹീമിന് മനസ്സിലായി അല്ലെ. Why does the bird carry fiber, mother? എന്തിനാണ് ഉമ്മ കുരുവി നാരുകൾ കൊത്തിക്കൊണ്ട് പോകുന്നത് എന്ന് അവൻ അമ്മയോട് ചോദിച്ചു അല്ലെ. The bird is building a nest to lay eggs. Don't disturb. Let us watch it with a binocular till it completes the nest and the hatches the eggs. അല്ലെ, എന്താണ് മുട്ടയിടാൻ വേണ്ടി കൂടുണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ് കുരുവി. നീ അതിനെ ഡിസ്റ്റർബ് ചെയ്യരുത് അല്ലെ, ശല്യപ്പെടുത്തരുത്. കൂട് പൂർത്തിയായി മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിയുന്നത് വരെ നമുക്ക് അവയെ എന്താ ബൈനോക്കുലർ ഉപയോഗിച്ച് നിരീക്ഷിക്കാന്ന് പറഞ്ഞു അല്ലെ. ദൂരത്ത് നിന്ന് നമുക്ക് ബൈനോക്കുലർ വെച്ചിട്ട് എന്താക്കാ വ്യക്തികളെ നോക്കാന്ന് പറഞ്ഞു. But കുരിഞ്ഞി the cat had its kitten not by hatching eggs. റഹീം expressed his doubt. എന്താണ് കുറിഞ്ഞിപ്പൂച്ചയ്ക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായത് മുട്ട വിരിഞ്ഞല്ലോ. റഹീമിന് സംശയമായി അല്ലെ. All creatures do not lay eggs. എന്താണ് എല്ലാ ജീവികളും എന്താണ് മുട്ടയിടുകയല്ല ചെയ്യുന്നത് അല്ലെ. The cat and the dog give birth to their younger ones. എന്താണ് പട്ടിയും പൂച്ചയും ഒക്കെ പ്രസവിക്കുകയാണ് ചെയ്യുന്നത്. Look at the pictures. Identify and write down the names of those that lay eggs. എന്താണ് ചിത്രങ്ങൾ നോക്കൂ, ഇവയിൽ മുട്ടയിടുന്നവ ഏതെല്ലാമാണ് കണ്ടെത്തി എഴുതുക. ഇതിൽ മുട്ടയിടുന്ന ഏതൊക്കെയാന്നുള്ളത് കണ്ടെത്തിയിട്ട് എന്താക്കുക എഴുതുക. ഓക്കെ, ഏതൊക്കെയാണ് മുട്ടയിടുന്നത്? ബേർഡ്സുകൾ അല്ലെ, അതെ പീകോക്ക്, പാരറ്റ്, പിന്നെന്താണ് ആൻസ്, പിന്നെന്താ ടോർട്ടോയ്സ്, പിന്നെ ഏതാ മോസ്കിറ്റോ, ഇതൊക്കെ അല്ലെ. ഇതൊക്കെ എന്താണ് മുട്ടയിടുന്നതാണ് അല്ലെ. എക്സ്പാൻഡ് ദ ടേബിൾ വിത്ത് ദ നെയിംസ് ഓഫ് മോർ ക്രീച്ചേഴ്സ് ദാറ്റ് ലേ എഗ്സ്. എന്താണ് മുട്ടയിടുന്ന മറ്റ് ജീവികളെ കൂടി എന്താക്കുക ചേർത്ത് പട്ടിക വിപുലീകരിക്കുക. ഓക്കെ, ഹൗസ് ഫ്ലൈ എന്താണ് മുട്ടയിടുന്നതാണ് അല്ലെ. ഡു ഓൾ ബേർഡ്സ് ലേ എഗ്സ്? എന്താണ് പക്ഷികളെല്ലാം മുട്ടയിടുന്നവയല്ലേ. ഹീറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ ഹാച്ചിങ് ഓഫ് എഗ്സ്. എന്താണ് മുട്ട വിരിയുന്നതിന് എന്താണ് ചൂട് ആവശ്യമാണ്. നിങ്ങൾ കോഴിയൊക്കെ വീട്ടിലുണ്ടോ? അപ്പൊ കോഴികൾ മുട്ട വിരിയാൻ എന്താണ് കോഴി അടയിരിക്കും അല്ലെ. അപ്പൊ നിങ്ങൾ എന്താണ് ആ കോഴിന്റെ ചൂട് വേണം അല്ലെ. അതുപോലെ കോഴിന്റെ ചൂട് അല്ലെങ്കിൽ ഒരു ഹീറ്റ് ചൂട് ആവശ്യമാണ് എന്ത് മുട്ട വിരിയാൻ. ദാറ്റ് ഈസ് വൈ മോസ്റ്റ് ഓഫ് ബേർഡ്സ് ഇൻക്യുബേറ്റ്. എന്താണ് ഇതിനായി മിക്കവാറും എല്ലാ പക്ഷികളും എന്താ അടയിരിക്കും അല്ലെ. ബട്ട് വാട്ട് അബൌട്ട് ദ കുക്കു? പക്ഷെ എന്നാ കുയിലോ? The cuckoo lays eggs in the crow's nest. കുക്കു എന്താ ചെയ്യാ കാക്കയുടെ കൂട്ടിലാണ് എന്ത് കുയില് മുട്ടയിടുക അല്ലെ. ക്രോന്റെ നെസ്റ്റിലാണ് എന്ത് ഈ കുയില് മുട്ടയിടുക. The eggs of ducks are hatched either artificially or by making a hen incubate those. എന്താണ് ഈ ആർട്ടിഫിഷ്യലിലൂടെ കൃത്രിമ മാർഗങ്ങളിലൂടെയും കോഴിയെ ഉപയോഗിച്ചുമാണ് എന്ത് നാം താറാവിന്റെ മുട്ടകൾ വിരിയിക്കുന്നത്. The period of incubation is different for various kinds of birds. എന്താണ് പലതരം പക്ഷികളുടെയും അടയിരിപ്പ് കാലം എന്താണ് വ്യത്യസ്തമാണ് അല്ലെ. വീട്ടില് കോഴി ഉണ്ടെങ്കിൽ അമ്മമാരോട് അല്ലെങ്കിൽ വല്യമ്മമാരോടൊക്കെ ചോദിച്ചു നോക്കുക, കോഴി വിരിയാൻ എത്ര ദിവസം എടുക്കുന്നു? സാധാരണ കോഴി വിരിയൽ 21 ദിവസമാണ് എടുക്കുക. ബേർഡ്സ് എന്താണ് ഇൻക്യുബേഷൻ പീരീഡ്, വിരിയുന്ന അടയിരിപ്പ് കാലം എത്രയാണ്? ഹെന്നിൻ്റെത് കോഴിൻ്റെത് 21 days ആണ്. അതുപോലെ പീജിയൻ പ്രാവിൻ്റെതോ 14 days 14 ദിവസമാണ്. സ്പാരോ കുരുവിൻ്റെതും അതേപോലെ 14 days 14 ദിവസം. ഓസ്ട്രിച്ചിൻ്റെത് ഒട്ടകപ്പക്ഷിന്റെ എത്രയാണ്? 42 days 42 ദിവസമാണ് അല്ലെ. ഈ ലവ് ബേർഡ്സിൻ്റെതോ അത് ഈ 22 to 25 days 22 മുതൽ 25 വരെ ദിവസത്തിലാണ് എന്ത് ലവ് ബേർഡ്സിന്റെ ഈ അടയിരിപ്പ് കാലം. ഓക്കെ, ഒബ്സർവേഷൻ
opens up before you many interesting facts about the world of birds. What are the things to be observed? എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഈ പക്ഷിലോകത്തെ നിരവധി കൗതുകങ്ങൾ നിരീക്ഷണത്തിലൂടെ നമുക്ക് കണ്ടെത്താം. എന്തെല്ലാം കാര്യങ്ങളാണ് നിരീക്ഷിക്കേണ്ടത്? കളർ, സൈസ്, ഷേപ്പ് അല്ലെ, നിറം, വലുപ്പം, ആകൃതി. ഫുഡ് ആൻഡ് മോഡ് ഓഫ് പ്രിക്കോറിംഗ് ഫുഡ്, എന്താണ് ആഹാരവും ആഹാര സമ്പാദന രീതിയും. പെക്യുലാരിറ്റീസ് ഓഫ് ബീക്സ് ആൻഡ് ലെഗ്സ്, എന്താ കൊക്കിന്റെയും കാലിന്റെയും പ്രത്യേകതകൾ. പെക്യുലാരിറ്റി ഓഫ് ഫെദേഴ്സ്, എന്താണ് തൂവലുകളുടെ പ്രത്യേകത. മോഡ് ഓഫ് ഫ്ലൈറ്റ്, എന്താണ് പറക്കുന്ന രീതി. സൗണ്ട്, ശബ്ദം. നെസ്റ്റ്, കൂട്. പ്ലേസ് where they are seen, എന്താണ് കാണപ്പെടുന്ന സ്ഥലം. NEST, നെസ്റ്റ് എന്ന് പറഞ്ഞാൽ കൂടാണ് കേട്ടോ. കിളിക്കൂടിനൊക്കെ നെസ്റ്റ് എന്ന് പറയാ കേട്ടോ. പ്ലേസ് വേർ ദേ ആർ സീൻ, എന്താണ് ആ പക്ഷികളെ കാണപ്പെടുന്ന സ്ഥലം. ഇതൊക്കെ വെച്ചിട്ട് എന്താക്കാം, നമുക്ക് അതിനെ ഒബ്സർവ് ചെയ്യാം. Observe the birds we are normally see every day like the pigeon, crow, myna, crow, pheasant, uppan, parrot, stork, etc. and note down your observation in the science diary. എന്താണ് നാം നിത്യേന കാണുന്ന പ്രാവ്, pigeon, crow, കാക്ക, മൈന, എന്താ ക്രോ, ഫെസന്റ്, എന്താണ് ഉപ്പൻ എന്ന് പറയും അല്ലെ, ചെമ്പോത്ത്. പാരറ്റ്, തത്ത, പിന്നെ സ്റ്റോർക്ക്, കൊറ്റി തുടങ്ങിയ പക്ഷികളെ നിരീക്ഷിച്ച് നിങ്ങൾ വിവരങ്ങൾ നിങ്ങളെ സയൻസ് ബുക്കിൽ എഴുതുക. ഓക്കെ, എന്താണ് ഹൗ ഈസ് ബേർഡ് വാച്ചിങ് ഡൺ, പക്ഷി നിരീക്ഷണം എങ്ങനെയാണെന്ന് ചോദിച്ചത് അല്ലെ. The suitable time for bird watching is early morning and evening. എന്താണ് അതിരാവിലെയും വൈകുന്നേരവുമാണ് എന്ത് നമ്മളെ പക്ഷി നിരീക്ഷണത്തിന് യോജിച്ച സമയം. സൂട്ടബിൾ ടൈം, ബേർഡ് വാച്ചിങ്ങിന് സൂട്ടബിൾ ആയിട്ടുള്ള ടൈം എപ്പോഴാണ്? രാവിലെ, അതിരാവിലെയും പിന്നെന്താണ് വൈകുന്നേരവുമാണ് സൂട്ടബിൾ ആയിട്ടുള്ള ടൈം. ഇറ്റ് മസ്റ്റ് ബി ഡൺ ഫ്രം എ ഡിസ്റ്റന്റ് പ്ലേസ് വിത്തൗട്ട് മേക്കിംഗ് എനി സൗണ്ട്. എന്താണ് ഒച്ചയോ അനക്കമോ ഇല്ലാതെ ദൂരെ നിന്ന് വേണം എന്താണ് നിരീക്ഷിക്കാൻ. ബൈനോക്കുലേഴ്സ് മേ ബി യൂസ്ഡ് ഫോർ ദിസ്, ഇതിന് എന്താണ് ബൈനോക്കുലർ ഉപയോഗിക്കാം. Bird watching can also be done by attracting birds to yards, keeping food and water in coconut shells hung from trees. എന്താണ് പക്ഷികൾക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും മരക്കൊമ്പുകളിൽ തൂക്കിയിട്ട ചിരട്ടകളിൽ ഒരുക്കി വെച്ച് പക്ഷികളെ പറമ്പിലേക്ക് ആകർഷിച്ചും നിങ്ങൾക്ക് എന്താക്കാം, നിങ്ങളെ ഒബ്സർവ് ചെയ്യാം, നിരീക്ഷിക്കാം. ഓക്കെ, അങ്ങനെയാണ് എന്ത് ബേർഡിനെ വാച്ച് ചെയ്യേണ്ടത്. പക്ഷി നിരീക്ഷണം അങ്ങനെയാണ് നടത്തേണ്ടത്. ഓക്കെ, എന്താണ് രാവിലെയും അതിരാവിലെയും വൈകുന്നേരമാണ് എന്ത് പക്ഷികളെ നമുക്ക് നിരീക്ഷിക്കാൻ പറ്റിയ സമയം. പിന്നെ ഒച്ച അനക്കൊന്നും ഇല്ലാതെ ബൈനോക്കുലർ വെച്ചിട്ട് എന്താക്കുക, നിങ്ങൾക്ക് നിരീക്ഷിക്കുക അല്ലെ. പിന്നെ പക്ഷികൾക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും ഒക്കെ എന്താക്കുക, മരക്കൊമ്പുകളിൽ തൂക്കിയിട്ട ചിരട്ടകളിൽ എന്താണ് ഒരുക്കി വെച്ച് ഈ പക്ഷികളെ പറമ്പിലേക്ക് ആകർഷിച്ച് നിങ്ങൾക്ക് എന്താക്കുക, നിരീക്ഷിക്കാം. ഓക്കെ, ഇനി ഇതാണ് പാരഡൈസ് ഫ്ലൈ കാച്ചർ, എന്താണ് നാഗമോഹൻ എന്ന് പറയും. ഇത് കോമൺ ടീല്, എന്താണ് എരണ്ട എന്ന് പറയുന്ന പക്ഷി അല്ലെ. Some varieties of the common teal, eranda, eastern golden plover, manal koli and paradise flycatcher nagamohan visit our place as guests. These are migratory birds. എന്താ migratory birds എന്ന് പറഞ്ഞാല് വിരുന്ന് വരുന്ന പക്ഷികളുണ്ട് അല്ലെ, പുറത്തുനിന്ന് എന്താണ് വിസിറ്റ് ചെയ്യുന്ന പക്ഷികൾ. അതായത് എന്താ എങ്ങനെ പറയാ, നമ്മുടെ നാട്ടില് ഓരോ ടൈമിലും എന്താണ് പല ടൈമിലും കാണപ്പെടുന്ന പക്ഷികളുണ്ട് അല്ലെ. എന്താണ് അതിങ്ങളെ കാലാവസ്ഥക്ക് അനുസരിച്ച് എന്താണ് പക്ഷികള് ഇവിടേക്ക് എത്തും. ഐറ്റിങ്ങൾക്ക് ഇവിടെ തണുപ്പ് കൂടുതലാണെങ്കിൽ ഐറ്റിങ്ങൾ വേറെ സ്ഥലം തേടി പോകും അല്ലെ വിരുന്നുകാര്. ഓക്കെ. Some varieties of the common teal, eranda, eastern golden plover, manalkoi and paradise flycatcher nagamohan visit our place as guests അല്ലെ. എന്താണ് ചില ഇനം എരണ്ടകൾ, നാഗമോഹൻ, മണൽക്കോഴി എന്നിവ നമ്മുടെ പ്രദേശത്തിൽ എത്തുന്ന വിരുന്നുകാരാണ്. ദേശാടന പക്ഷികൾ എന്ന് പറയും അല്ലെ, അതിനാണ് പാരഡൈസ്. ഓക്കെ, these are migratory birds that come from other countries to our place looking for favorable life situations. എന്താണ് അന്യദേശങ്ങളിൽ നിന്ന് അനുകൂല ജീവിത സാഹചര്യങ്ങൾ തേടി നമ്മുടെ നാട്ടിലെത്തുന്ന ദേശാടന പക്ഷികളാണ് എന്ത് ഇവ. കടലുണ്ടി, തെറ്റക്കാട് ആൻഡ് കുമരകം are places in Kerala visited by many migratory birds. എന്താണ് കേരളത്തിലെ കടലുണ്ടി, തട്ടേക്കാട്, കുമരകം തുടങ്ങിയ സ്ഥലങ്ങളിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശങ്ങളാണ് അല്ലെ. മൈഗ്രേറ്ററി എന്ന് പറഞ്ഞാൽ എന്താണ് ദേശാടന പക്ഷികൾ. With the assistance of the forest department, camps are organized for students in such places.
Try to make the best of these opportunities with the help of your teacher. എന്താണ് ഇത്തരം സ്ഥലങ്ങളിൽ വിദ്യാർത്ഥികൾക്കായി വനം വകുപ്പിന്റെ സഹകരണത്തോടെ ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ട്. അധ്യാപകരുടെ സഹായത്തോടെ ഈ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. ഡോക്ടർ സലീം അലി. Dr. Salim Ali. Dr. Salim Ali was a world-famous bird watcher. November 12, his birthday is observed as National Bird Watching Day. Birds of India, Birds of Kerala, etc. are his books of bird watching. The Fall of a Sparrow in his autobiography. എന്താണ് ലോക പ്രശസ്തനായ ഒരു പക്ഷി നിരീക്ഷകനായിരുന്നു ഡോക്ടർ സലീം അലി. അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നു. എന്താണ് നാഷണൽ ബേർഡ് വാച്ചിങ് ഡേ ആണ് നവംബർ 12 അല്ലെ. നവംബർ 12 എന്ത് നാഷണൽ ബേർഡ് വാച്ചിങ് ഡേ. അത് ഈ ഡോക്ടർ സലീം അലിന്റെ ബർത്ത്ഡേ ആണ് അല്ലെ. ബേർഡ്സ് ഓഫ് ഇന്ത്യ, ബേർഡ്സ് ഓഫ് കേരള എന്നിവ അദ്ദേഹത്തിന്റെ എന്താണ് പക്ഷി നിരീക്ഷണ ഗ്രന്ഥങ്ങളാണ് അല്ലെ. അദ്ദേഹം എഴുതിയ ബുക്കുകളാണ് എന്ത് ബേർഡ്സ് ഓഫ് ഇന്ത്യയും ബേർഡ്സ് ഓഫ് കേരളയും. ഓക്കെ, പിന്നെന്താണ് ഈ അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി ആത്മകഥയാണ് എന്ത് ഒരു ദ ഫാൾ ഓഫ് എ സ്പാരോ, എന്താ ഒരു കുരുവിയുടെ പതനം എന്നുള്ളത്. ഓക്കെ, ദ വേൾഡ് ഓഫ് ഓവിപാരസ് എഗ് ലേയിങ് ഓർഗാനിസംസ്. എന്താണത്? മുട്ടയിടുന്നവരുടെ ലോകം. യു നോ ദാറ്റ് ബേർഡ്സ് റീപ്രൊഡ്യൂസ് ബൈ ലേയിങ് എഗ്സ്. അല്ലെ, പക്ഷികൾ മുട്ടയിട്ടാണ് വംശവർദ്ധനവ് നടത്തുന്നത് എന്നറിയാമല്ലോ അല്ലെ. ഡു ബേർഡ്സ് അലോൺ ലേ എഗ്സ്? എന്താണ് പക്ഷികൾ മാത്രമാണോ മുട്ടയിടുന്നത്? ഹാവ് എ ലുക്ക് അറ്റ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസംസ് ദാറ്റ് റീപ്രൊഡ്യൂസ് ബൈ ലേയിങ് എഗ്സ്. എന്താണ് മുട്ടയിട്ട് വംശവർദ്ധനവ് നടത്തുന്ന ജീവികളെ ഗ്രൂപ്പുകളാക്കിയത് നോക്കൂ. ഗ്രൂപ്പ് 1 ആരൊക്കെയാ ഉള്ളത്? ആൻഡ് ഉറുമ്പ്, ഗ്രാസ് ഹോപ്പർ പുൽച്ചാടി, മോത്സ് എന്താ ശലഭങ്ങൾ, ബീറ്റിൽ വണ്ട്, ഹൗസ് ഫ്ലൈ ഈച്ച അല്ലെ. പിന്നെ ഗ്രൂപ്പ് 2 സാർഡൈൻ മത്തി, മാക്രൽ എന്താ അയല, സ്നേക്ക് ഹെഡ് ഫിഷ് വരാല്, പിന്നെന്താണ് കാറ്റ് ഫിഷ് മൂഷി അല്ലെ, റെയിൻബോ ഫിഷ് ഗപ്പി. ഇനി ഗ്രൂപ്പ് 3 ക്രൊക്കഡൈൽ എന്താ മുതല, സ്നേക്ക് പാമ്പ്, ലിസാർഡ് പല്ലി, മാമ്പുയ അരണ, പിന്നെന്താണ് കലോട്സ് ഓന്ത്. ഡു യു ഫൈൻഡ് എനി കോമൺ ഫീച്ചേഴ്സ് ഇൻ ഈച്ച് ഗ്രൂപ്പ്? ഓരോ ഗ്രൂപ്പിലും എന്തെങ്കിലും പൊതു സവിശേഷതകൾ ഉണ്ടോ? എന്തെങ്കിലും കോമൺ ഫീച്ചർ ആയിട്ട് ഓരോ ഗ്രൂപ്പിലുണ്ടോ? ഇൻസെക്ട്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഫസ്റ്റ് ഗ്രൂപ്പ് അല്ലെ. ഇൻസെക്റ്റുകളാണ് അല്ലെ ഒന്നാമത്തെ ഗ്രൂപ്പിൽ അല്ലെ. ഒന്നാമത്തെ ഗ്രൂപ്പിൽ എന്താണ് ഇൻസെക്ട് പ്രാണികളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അല്ലെ. വാട്ട് അബൌട്ട് ദ അതർ ഗ്രൂപ്പ്സ്? രണ്ടാമത്തെ എന്താ ഫിഷസ് അല്ലെ. മൂന്നാമത്തത് ഇഴജന്തുക്കൾ അല്ലെ. Observe the pictures given below. These organisms which can live both on land and in water also lay eggs. എന്താണ് ഇവിടെ പറയുന്നത്? താഴെ കൊടുത്ത ചിത്രങ്ങൾ നോക്കൂ. കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്ന ഈ ജീവികളും മുട്ടയിടുന്നവയാണ്. എന്താണ് ഏതൊക്കെയാണ്? ഫ്രോഗ് തവള അല്ലെ, പിന്നെന്താ സിസീലിയൻ, പിന്നെന്താണ് സാലമാൻഡർ അല്ലെ. ഇതൊക്കെ എന്താണ് മുട്ടയിടുന്നവരാണ് അല്ലെ. ഓർഗാനിസംസ് ഇൻ ഗ്രൂപ്പ് 1 വിത്ത് വിച്ച് യു ആർ ഫെമിലിയർ ആർ ഇൻസെക്ട്സ്. ഗ്രൂപ്പ് 1 നിങ്ങൾ പരിചയപ്പെട്ടവയെ പൊതുവായി എന്താ ഇൻസെക്ട് എന്ന് വിളിക്കാമല്ലോ അല്ലെ, പ്രാണികൾ എന്ന് വിളിക്കാം. ഗ്രൂപ്പ് 2 ആർ എന്താണ് പിസസ്. എന്താണ് ഗ്രൂപ്പ് 2 എന്താണ് മത്സ്യങ്ങളാണ് അല്ലെ. പിന്നെന്താണ് ഓർഗാനിസംസ് ഇൻക്ലൂഡഡ് ഇൻ ഗ്രൂപ്പ് 3 ആർ റെപ്റ്റൈൽസ് അല്ലെ. എന്താണ് മൂന്നാം ഗ്രൂപ്പിൽ പെട്ടവ എന്താണ് റെപ്റ്റൈൽസ് ആണ് അല്ലെ, ഇഴജന്തുക്കള് ഉരകങ്ങൾ എന്നറിയപ്പെടുന്നത് അല്ലെ. Their skin is dry and scaly. എന്താണ് ഇവയുടെ ചർമ്മം വരണ്ടതും ശൽക്കങ്ങൾ ഉള്ളവയുമാണ്. Organisms like frog, salamander and Sicilian can live both on land and in water. എന്താണ് ഈ തവള, സാലമൻഡർ, സിസീലിയൻ എന്നിവ കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്നവയാണ്. They are called amphibian. ഇവ ആംഫീബിയൻ എന്നറിയപ്പെടുന്നു. കരയിലും അതുപോലെ എന്താണ് കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്നതാണ് അല്ലെ. ഇവയെ ആംഫീബിയൻ എന്നറിയപ്പെടുന്നു. Try to list the organisms that are oviparous. എന്താണ് മുട്ടയിടുന്നവയുടെ ലോകത്തിൽ ഏതെല്ലാം കൂട്ടങ്ങൾ ഉണ്ട് എന്ന് എഴുതി നോക്കുക. എന്തൊക്കെയുണ്ട്? ബേർഡ്സ് അല്ലെ, ഒന്ന് ബേർഡ്സ് ഉണ്ട്. പിന്നെയോ എന്തൊക്കെയാ ഉള്ളത്? ഫിഷസ് ഉണ്ട്, പിന്നെ റെപ്റ്റൈൽസ് ഉണ്ട്, പിന്നെ എന്തൊക്കെയാണുള്ളത് എഴുതുക. ഓക്കെ, സ്റ്റോറി ഓഫ് ദ സാൽമൺ ഫിഷ്. എന്താണ് സാൽമൺ മത്സ്യത്തിന്റെ കഥ എന്താ നോക്കുക. സാൽമൺ ഇസ് എ കൈൻഡ് ഓഫ് ഫിഷ് വിച്ച് ട്രാവൽസ് ലോങ് ഡിസ്റ്റൻസ് ടു ലേ എഗ്സ്.
In summer, they start their journey from the Pacific Ocean. This journey ends 2,500 kilometers away in the North American rivers. Waterfalls and violent water currents in rivers are never hindrance to their journey. Overcoming all hindrances, they reach the origin of the rivers, lay eggs and die on the sandbanks. The hatched young ones then return to the ocean. എന്താണ് പറയുന്നത്? സാൽമൺ ഫിഷ് എങ്ങനെയാണ്? മുട്ടയിടാൻ വേണ്ടി ദീർഘദൂരം യാത്ര ചെയ്യുന്ന ഒരു ഇനം മത്സ്യമാണ് എന്ത്? സാൽമൺ അല്ലെ. വേനൽക്കാലമാകുമ്പോൾ ഈ മത്സ്യങ്ങൾ എന്താക്കും? പസഫിക് സമുദ്രത്തിൽ നിന്ന് യാത്ര ആരംഭിക്കുന്നു. ഈ യാത്ര 2500 കിലോമീറ്റർ അകലെയുള്ള വടക്കേ അമേരിക്കൻ നദികളിലാണ് എന്താക്കുന്നത്? അവസാനിക്കുന്നത്. വെള്ളച്ചാട്ടങ്ങളും നദികളിലെ കുത്തൊഴുക്കുമൊന്നും ഇവയുടെ യാത്രയ്ക്ക് എന്താവില്ല? തടസ്സമാവുന്നില്ല. പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് നദികളുടെ പ്രഭവ സ്ഥാനത്തെത്തി മുട്ടയിട്ട് കഴിയുന്നതോടെ അവ കൂട്ടത്തോടെ മണൽത്തിട്ടകളിലേക്ക് ചത്തൊടുങ്ങുന്നു. പിന്നീട് മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ സമുദ്രത്തിലേക്ക് തിരികെ യാത്രയാകുന്നു. ഇതാണ് ഈ സാൽമൺ ഫിഷിന്റെ സ്റ്റോറി. എന്താണ്? ടീച്ചർ ഒന്നും കൂടി പറഞ്ഞുതരാം. ഈ മുട്ടയിടാൻ വേണ്ടിയിട്ട് കുറേ ദൂരം യാത്ര ചെയ്യുന്ന ഒരു ഇനം മത്സ്യമാണെന്ത്? ഈ സാൽമൺ മത്സ്യം, സാൽമൺ ഫിഷ്. വേനൽക്കാലം ആകുമ്പോൾ എന്താക്കും? ഈ മീനുകളൊക്കെ ഈ പസഫിക് ഓഷ്യനിൽ നിന്ന് യാത്ര ആരംഭിക്കുന്നു. ഈ യാത്ര എത്ര കിലോമീറ്റർ ആണ്? 2500 കിലോമീറ്റർ അകലെയുള്ള വടക്കേ അമേരിക്കൻ നദികളിലാണ് അല്ലെ. നോർത്ത് അമേരിക്കൻ റിവേഴ്സിലേക്കാണ് അവസാനിക്കുന്നത്. വെള്ളച്ചാട്ടങ്ങളും നദികളിലെ കുത്തൊഴുക്കൊന്നും ഇവയുടെ യാത്രയ്ക്ക് എന്താവുന്നില്ല? തടസ്സമാവുന്നില്ല. പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് നദികളുടെ പ്രഭവ സ്ഥാനത്തെത്തി ഐറ്റങ്ങൾ എന്താക്കുന്നത്? മുട്ടയിട്ട് കഴിയുന്നതോടെ അവ എന്താണ്? കൂട്ടത്തോടെ മണൽത്തിട്ടകളിൽ ചത്തൊടുങ്ങുന്നു. പിന്നീട് ഈ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ എന്താക്കും? സമുദ്രത്തിലേക്ക് തിരികെ യാത്രയാകും. ഇതാണ് ഈ സാൽമൺ ഫിഷിന്റെ സ്റ്റോറി. ഓക്കെ. Find more examples for each group and write them down in your science diary. എന്താണ് ഇവിടെ ഇപ്പൊ നമ്മൾ ഹാച്ച് എന്താണ് ആംഫീബിയൻസിനെ പഠിച്ചു അല്ലെ. മുട്ടയിടുന്ന ലോകത്തിൽ ഏതെല്ലാം കൂട്ടങ്ങളുണ്ടെന്ന് എഴുതി നോക്കാൻ പറഞ്ഞു. അപ്പൊ എന്താണ് പിന്നെന്താ ഓരോ വിഭാഗത്തിൽപ്പെട്ട ജീവികൾക്കും കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി എന്താക്കാൻ നിങ്ങൾ സയൻസ് ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. You have noticed that the young ones hatching out of hens eggs resemble their parents. എന്താണ് ഈ കോഴിമുട്ട വിരിഞ്ഞുണ്ടാവുന്ന കുഞ്ഞുങ്ങൾ എന്താണ് മാതൃജീവിയെ പോലെ തന്നെയാണല്ലോ. ആണല്ലേ. കോഴിമുട്ട വിരിഞ്ഞ എന്താ കോഴിന്റെ മേൽ തന്നെയാ അല്ലെ. But do the young ones that hatch out of frogs eggs look like the parent frog? എന്താണ് എന്നാൽ തവളയുടെ മുട്ട വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങൾ തവളയെ പോലെയാണോ? Observe the picture. Write the notes of your observation in the science diary. നിങ്ങൾ ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ എന്താണ് നിങ്ങൾ സയൻസ് ബുക്കിൽ എഴുതുക. നോക്കൂ ഇതിന്റെ ഈ ഫ്രോഗിന്റെ മുട്ട വിരിഞ്ഞിട്ട് എന്താ ഏത് രൂപത്തിലാകുന്നത്? ടാഡ്പോൾ അല്ലെ. പിന്നെയാണ് ലാസ്റ്റിലാണ് എന്ത് ഫ്രോഗിന്റെ രൂപത്തിലേക്ക് എത്തുന്നത് അല്ലെ. എന്താണ് മെറ്റാമോർഫോസിസ് ഓഫ് എ ഫ്രോഗിന്റെ രൂപാന്തരണം. ഇനി മെറ്റാമോർഫോസിസ് എന്താണ് രൂപാന്തരണം എന്ന് പറഞ്ഞാല് the young ones hatching out of the eggs of certain organisms do not resemble their parents. They are called larva. എന്താണ് പറയുന്നത്? ചില ജീവികളുടെ മുട്ട വിരിഞ്ഞാൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ മാതൃജീവിയോട് സാദൃശ്യമില്ലാത്തവയാണ്. മുട്ട വിരിഞ്ഞാൽ അപ്പം എന്താവൂല? ഈ അതിന്റെ അമ്മയോട് സാദൃശ്യം ഉണ്ടാവൂല അല്ലെ. They are called larva. ഇവയാണെന്ത് ലാർവകൾ എന്ന് പറയുന്നത്. Metamorphosis is the process by which young ones in the larva stage develop into organisms similar to their parents through different stages of growth. എന്താണ് ഈ ലാർവ അവസ്ഥയിലുള്ള കുഞ്ഞുങ്ങൾ വിവിധ വളർച്ചാ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി മാതൃജീവിയോട് സാദൃശ്യമുള്ള രൂപങ്ങളായി മാറുന്നതാണ് എന്ത് ഈ മെറ്റാമോർഫോസിസ് എന്ന് പറയുന്നത്, രൂപാന്തരണം എന്ന് പറയുന്നത്. ഇപ്പൊ എന്താണ് ചിലത് എന്താണ് മുട്ട വിരിഞ്ഞാല് ഈ അമ്മേനോട് സാദൃശ്യം ഉണ്ടായിരിക്കില്ല, ആ ജീവികളോട് സാദൃശ്യം ഉണ്ടാവൂല. പിന്നെ എന്താക്കും? അതിനാണ് ലാർവ എന്ന് പറയുന്നത്. പിന്നെ എന്താക്കും? ഈ ലാർവാവസ്ഥയിലുള്ള ഈ കുഞ്ഞുങ്ങൾ എന്താ വിവിധ വളർച്ചാ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി എന്താവും ഈ മാതൃജീവിയോട് സാദൃശ്യമുള്ള രൂപങ്ങളായി മാറുന്നതാണ് എന്ത് മെറ്റാമോർഫോസിസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഫ്രോഗിന്റെ മുട്ട വിരിഞ്ഞാൽ എന്താ ടാഡ്പോൾ ആവുന്നത് അല്ലെ. പിന്നെ അതുപോലെ കൊതുകിന്റെ മുട്ട വിരിഞ്ഞാൽ എന്താവുന്നത്? ചെറിയത് കണ്ടില്ലേ? കൊതുകായിട്ടാണ് പെട്ടെന്ന് മുട്ട വിരിഞ്ഞാൽ ഉണ്ടാവുന്ന അല്ല അല്ലെ, ചെറിയ ചെറിയ പുഴുക്കളുമായി അല്ലേ ഇരുന്നത്. അപ്പൊ അതേമാതിരി പൂമ്പാറ്റേണ്ടത് അല്ലെ. അതൊക്കെ എന്താണ് ലാർവ അവസ്ഥയിലേക്കാണ് വരുന്നത്. പിന്നെ എന്താ പല ഘട്ടത്തിലൂടെ പല സ്റ്റേജസിലൂടെയാണ് എന്താവുന്നത് ഈ പാരന്റിന്റെ ആ രൂപത്തിനോട് ഇവർക്ക് സാദൃശ്യം വരുന്നത് അല്ലെ. പാരന്റിന്റെ ആ ഇതിലേക്ക് സാദൃശ്യമുള്ള രൂപങ്ങളായി മാറുന്നത്. നോക്കൂ
മോസ്കിറ്റോസിന്റെ കൊതുകിന്റെ നോക്കിയേ കൂത്താടി മുട്ടയാണ് ഇത് അല്ലെ. പിന്നെന്താണ് റിഗ്ലർ അല്ലെ, കൂത്താടി എന്ന് പറയും അല്ലെ. പിന്നെ എന്താവും ഇങ്ങനെ ഈ അവസ്ഥയിലെത്തിയിട്ട് പിന്നെ മോസ്കിറ്റോസിന്റെ രൂപത്തിലാവും അല്ലെ. ദ യങ് വൺ ഹാച്ചിങ് ഔട്ട് ഫ്രം ദ എഗ് ഓഫ് എ ബട്ടർഫ്ലൈ റിസംബിൾസ് എ ലിറ്റിൽ വൂം അല്ലെ. എന്താണ് ഈ പൂമ്പാറ്റയോട് മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞെന്താ പുഴുവിനെ പോലെയാണ് അല്ലെ. ഇൻ ദ മെറ്റാമോർഫോസിസ് ഓഫ് എ ബട്ടർഫ്ലൈ ദ അഡൽറ്റ് ബട്ടർഫ്ലൈ ഈസ് ഫോംഡ് ആഫ്റ്റർ ദ ലാർവ ആൻഡ് പ്യൂപ്പ സ്റ്റേജസ്. മെറ്റാമോർഫോസിസ് occurs in insects like honey bee, butterfly, dragonfly, mosquito, housefly, etc. Do you know that doodlebug is the larva of a variety of a dragonfly? Metamorphosis is seen mostly among insects. അല്ലെ. എന്താണ് പൂമ്പാറ്റയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞു പുഴുവിനെ പോലെയാണെന്ത് ആണ് അല്ലെ. പൂമ്പാറ്റയുടെ രൂപാന്തരണത്തിൽ ലാർവ, പ്യൂപ്പ എന്നീ ഘട്ടങ്ങൾക്ക് ശേഷമാണ് എന്ത് ശലഭം ഉണ്ടാകുന്നത്, പൂമ്പാറ്റയായി മാറുന്നത് അല്ലെ. അവിടെ നോക്കിയ പൂമ്പാറ്റ എഗ് അല്ലെ, പിന്നെ എന്താക്കുന്ന ലാർവയാവും അല്ലെ, പിന്നെ പ്യൂപ്പയാവും. പ്യൂപ്പയെന്നാണ് പിന്നെ എന്താണ് ഈ ബട്ടർഫ്ലൈന്റെ ഇതിലേക്ക് രൂപപ്പെടുന്നത് അല്ലെ. ഇപ്പൊ പൂമ്പാറ്റയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞെന്താ പുഴുവിനെ പോലെയാണ്, കണ്ടോ, മുട്ട വിരിഞ്ഞ പുഴുവിനെ പോലെയാണ് അല്ലെ. ഈ പൂമ്പാറ്റയുടെ രൂപാന്തരത്തിൽ എന്താണ് ലാർവ, പ്യൂപ്പ എന്നീ ഘട്ടങ്ങൾക്ക് ശേഷമാണ് എന്ത് പൂമ്പാറ്റ ഉണ്ടാകുന്നത് അല്ലെ. അതുപോലെ തന്നെയാണ് എന്ത് ഹണി ബി, എന്താ തേനീച്ച, പിന്നെന്താണ് ബട്ടർഫ്ലൈ, പൂമ്പാറ്റ, പിന്നെന്താണ് ഡ്രാഗൺ ഫ്ലൈ, തുമ്പി, മോസ്കിറ്റോ, കൊതുക്, ഹൗസ് ഫ്ലൈ, ഈച്ച എക്സെട്ര അല്ലെ എന്നിവയിൽ രൂപാന്തരണം നടക്കുന്നത് അല്ലെ. ഡു യു നോ ദാറ്റ് ദ ഡൂഡിൽ ബഗ് ഈസ് ദ ലാർവ ഓഫ് എ വെറൈറ്റി ഓഫ് ഡ്രാഗൺ ഫ്ലൈ. എന്താണ് ഒരിനം തുമ്പിയുടെ ലാർവയാണ് എന്ത് ഡൂഡിൽ ബഗ്, എന്താണ് കുഴിയാന അല്ലെ. ഒരിനം തുമ്പിയുടെ ലാർവയാണ് എന്ത് കുഴിയാന എന്ന് നിങ്ങൾക്കറിയോ. മെറ്റാമോർഫിസിസ് ഈസ് സീൻ മോസ്റ്റ്ലി അമംഗ് ഇൻസെക്ട്. എന്താണ് ഈ പ്രാണികളിലാണ് ഏറ്റവും കൂടുതൽ എന്താണ് മെറ്റാമോർഫിസിസ് കാണുന്നത് അല്ലെ. ഈ കുട്ടി പറയുന്നത് എന്താണ് ഐ വോണ്ട് ഡിസ്ട്രോയ് ഈവൻ എ സിംഗിൾ ടൈനി എഗ് ഫ്രം നൗ ഓൺ, ലവ്ലി ഓർഗാനിസംസ് ഹാച്ച് ഔട്ട് ഓഫ് ദം അല്ലെ. ഒരു കുഞ്ഞു മുട്ട പോലും ഞാൻ ഇനി നശിപ്പിക്കില്ല, ഇവ വിരിഞ്ഞാണല്ലോ മനോഹരമായ ജീവികൾ ഉണ്ടാകുന്നത് അല്ലെ. Look at the different kinds of butterflies and their larvae in the pictures. Most of the leaf-eating worms and we destroy are young ones of some butterflies. Most of the leaf-eating worms that we destroy are young ones of some butterflies. We destroy many of them without realizing it. Knowingly or unknowingly, this leads to the extinction of certain varieties of butterflies. Under the auspices of the Nature Club, make a butterfly park in your school to protect them. എന്താണ് ഇവിടെ പറയുന്നത്? നിങ്ങൾ ചിത്രങ്ങളിൽ വിവിധ ശലഭങ്ങളുടെയും അവയുടെ ലാർവകളും കണ്ടില്ലേ? കണ്ടു അല്ലെ. നാം നശിപ്പിക്കാറുള്ള മിക്ക ഇലത്തീനി പുഴുക്കളും ഏതെങ്കിലും ശലഭങ്ങളുടെ കുഞ്ഞുങ്ങളാണ് അല്ലെ. ഇതറിയാതെയാണ് എത്രയോ എണ്ണത്തെ മനുഷ്യർ നിത്യേന കൊന്നെടുക്കുന്നത്. അറിഞ്ഞോ അറിയാതെയോ ചില ശലഭങ്ങളുടെ വംശനാശത്തിന് പോലും ഇത് ഇടയാക്കുന്നുണ്ട് അല്ലെ. പരിസ്ഥിതി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എന്താക്കുക, സ്കൂളിൽ ശലഭ സംരക്ഷണത്തിനായി ഒരു ശലഭോദ്യാനം നിർമ്മിക്കുക. ബട്ടർഫ്ലൈസ് ആൻഡ് ദെയർ ലാർവ, ഇതെന്താണ് ശലഭങ്ങളും അതിന്റെ ലാർവകളും അല്ലെ. കോമൺ ഇന്ത്യൻ ക്രോ, എന്താണ് അരളി ശലഭം അല്ലെ. അടുത്ത എന്താണ് സൗത്തേൺ ബേർഡ് വിങ് ബട്ടർഫ്ലൈ, അതിന്റെ ലാർവയാണ് കേട്ടോ ഇതിൻ്റെത് നോക്കൂ. സൗത്തേൺ ബേർഡ് വിങ് ബട്ടർഫ്ലൈ ഏതാണ് ഗരുഡ ശലഭം അല്ലെ. പിന്നെ ഇതെന്താണ് ബ്ലൂ മോർമോൺ ബട്ടർഫ്ലൈ കൃഷ്ണ ശലഭം. ഇതേതാണ് ലിറ്റിൽ യെല്ലോ ബട്ടർഫ്ലൈ, എന്താണ് മഞ്ഞപ്പാപ്പാത്തി. പിന്നെ ഇതിനൊക്കെ എന്താണ് ലാർവയാണ് കേട്ടോ ഇത്. എന്റെ അപ്പുറത്തുള്ളത് ബ്ലൂ മാർമോൺ ബട്ടർഫ്ലൈന്റെ കൃഷ്ണശലഭത്തിന്റെ എന്താണ് ലാർവയാണിത്. പിന്നെന്താണ് ഈ മഞ്ഞപ്പാപ്പാത്തി അല്ലെ, ലിറ്റിൽ യെല്ലോ ബട്ടർഫ്ലൈന്റെ ലാർവയാണ് ഇത്. പിന്നെന്താണ് കോമൺ മോർമോൺ നാരകശലഭം, അതിന്റെ ലാർവയാണിത്. പിന്നെന്താ ഉകില ശലഭം, അതിന്റെ ലാർവയാണ് അപ്പുറത്തുള്ളത് കേട്ടോ, ഇതിന്റെ അപ്പുറത്തുള്ളത്. ഓക്കെ, അപ്പൊ ഓരോന്നിനും ലാർവ കണ്ടില്ല. അപ്പൊ ഇത് നന്നായി നിങ്ങൾ പഠിക്കുക കേട്ടോ. നന്നായി വായിക്കുക. ബട്ടർഫ്ലൈനെ കുറിച്ചിട്ടും പിന്നെ നിങ്ങൾ മുട്ട വിരിയുന്നതും അതൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ഓരോ സൈക്കിൾ ഇത് നോക്കൂ, ബട്ടർഫ്ലൈ ഉണ്ടാകുന്ന എന്താണ് എഗ് ഇട്ടാൽ എഗ് ശേഷം എന്താണ് ലാർവയാവും, ലാർവയെന്ന് പ്യൂപ്പയിലേക്ക് മാറും, പ്യൂപ്പയെന്നാണ് പിന്നെയും ബട്ടർഫ്ലൈ ആയി മാറുന്നത് അല്ലേ. അതേപോലെ ഈ എന്താണ് മോസ്കിറ്റോസും അതേപോലെ തന്നെ എന്താ എഗ് ഇട്ട് അതിന് ശേഷം എന്താണ് റിഗ്ലർ കൂത്താടിയാവും, പിന്നെയും മോസ്കിറ്റോയിലേക്ക് മാറും അല്ലേ. അതേപോലെ എന്താണ് ഫ്രോഗും അങ്ങനെ മുട്ടയിട്ടാൽ എന്താ ടാഡ്പോളിലാവും.
പിന്നെന്താണ് രൂപാന്തരം ഇതാക്കിയിട്ടാണ് പിന്നെ ഈ ഫ്രോഗിലേക്ക് എത്തുന്നത് അല്ലേ. അപ്പോൾ ഈ മെറ്റമോർഫിസ് ഒക്കെ നന്നായി പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താക്കുക, ചാപ്റ്റർ നന്നായി പഠിക്കുക, മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഒരു പ്രാവശ്യം മനസ്സിലായി ഉണ്ടാവും, നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇനി അഥവാ സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്നും കൂടി ഒന്ന് കാണുക കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.